ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ജമന്തിയുടെ പല വെറൈറ്റീസ് ഏതൻ തോട്ടത്തെത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല വെറൈറ്റി ജമന്തിയാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത്. വലിയ ചട്ടിയും ചെറിയ ചട്ടിയുമായിട്ട് ഒത്തിരി പ്ലാന്റ് നമുക്ക് ഗാർഡനിലുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പ്ലാന്റ് ഷെയ്ഡിലോട്ടാണ് വെച്ചേക്കുന്നത്. അതുപോലെ നിങ്ങളും ഷെയ്ഡിലോട്ടേ വയ്ക്കാവൂ. ഒരുപാട് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ജമന്തി പ്ലാന്റ് മേടിക്കുന്നവർ പ്രത്യേകം പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ മണ്ണ്, മണൽ, കുറച്ച് ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, ഒരുപാട് വളങ്ങളുടെ ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ്ങിനാണ് വിജയം. ഓരോ പൂ കഴിയും തോറും ഇതിൻ്റെ എൻഡ് ഭാഗത്ത് വെച്ച് ഈ പൂ കരിഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു എൻഡിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വിടുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ട് ഭാഗത്ത് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. പൂക്കളിൽ വെള്ളം ഒരിക്കലും വീഴാനായിട്ട് പാടില്ല. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ചെടിച്ചട്ടി ഹോളിട്ടതിന് ശേഷം അടിയിൽ ഒരു ലെയർ ഓട് കഷ്ണം ചെറിയ പീസാക്കി ഇടുക. മണ്ണ്, ചാണകപ്പൊടി, മണൽ, ചകിരിച്ചോറ് ഒരുപാട് വേണ്ട, ചകിരിച്ചോറ് ഒരുപാട് ആവശ്യമില്ല. അത് മിക്സ് ചെയ്യുക. രണ്ടാമത്തെ ലെയർ പോട്ടി മിക്സ് ഇടുക. മൂന്നാമത് ഈ പ്ലാന്റിൻ്റെ അടിമണ്ണ് ഇച്ചിരി കളയുക. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതെല്ലാം ചുമന്ന മണ്ണായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡ് മണ്ണും അടിമണ്ണെല്ലാം കളയുക. വേരിലെ മണ്ണ് അനങ്ങാത്ത രീതിയിൽ സെൻറ്ററിലോട്ട് വെച്ചിട്ട് ഷെയ്ഡിലോട്ട് വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അത് ഇണങ്ങിച്ചേരുമ്പോൾ നേരെ നമുക്ക് വെയിലത്തോട്ട് ഇത് വയ്ക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ പൂവിൽ ഒരുപാട് വെള്ളം വീഴാനായിട്ട് പാടില്ല. ഫെർട്ടിലൈസറായിട്ട് NPK നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. DIP വളം ഉണ്ടെങ്കിൽ ഒരു 5 തരി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ. പ്രൂണിങ്ങിന് മറക്കരുത്. പ്രൂണിങ്ങിനാണ് വിജയം. ഏത് പ്ലാന്റും നമ്മൾ പ്രൂൺ ചെയ്ത് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. സാഫ് വല്ലപ്പോഴും സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജമന്തിയുടെ ഈ വെറൈറ്റി പ്ലാന്റ്സ് അത്യാവശ്യമുള്ളവർ നേരെ ഏതൻ തോട്ടത്തേക്ക് വന്നേക്കണേ. ഓക്കെ, താങ്ക് യു.